ഇപ്പോൾ ശ്രീനഗറിൽ പ്രതിഷേധവും അരങ്ങേറുന്നുണ്ട്. ശ്രീനഗറിലെ മനുഷ്യർ സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന സമയത്താണ്. ശ്രീനഗറിൽ മാത്രമല്ല, ജമ്മു കാശ്മീരിലാകെ മനുഷ്യർ സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വലിയ തോതിൽ അവരുടെ ജീവിതത്തെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് ലഷ്കർ ഇ തോയ്ബയുടെ ഈ ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത് ശ്രീനഗറിനെയും ജമ്മു കാശ്മീരിനെ ആകെയും മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനഗറിൽ ജനങ്ങളുടെ പ്രതിഷേധം കാണുകയാണ്. പാകിസ്ഥാനെതിരെ മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും അരങ്ങേറുകയാണ്. പാകിസ്ഥാനാണ് ഇതിന് പിറകിൽ എന്ന് കശ്മീരിലെ ജനത വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭീകരാക്രമണം നടത്തിയ സംഘടനയ്ക്ക് ലഷ്കർ ഇ തോയ്ബയുമായുള്ള ബന്ധം, ലഷ്കർ ഇ തോയ്ബയ്ക്ക് പിന്നിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായ ISIയുടെ ബന്ധം, അങ്ങനെ പാകിസ്ഥാൻ ഇതിനകത്ത് എത്രത്തോളം ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യത്തിൽ കശ്മീർ ജനതയ്ക്ക് ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള പ്രതിഷേധം പാകിസ്ഥാനെതിരെ കശ്മീരിൽ തന്നെ നടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യയുടെ കൊടിയും പിടിച്ചാണ് ജനങ്ങളുടെ പ്രതിഷേധം കശ്മീരിലെ തെരുവുകളിൽ ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കശ്മീർ സമാധാനത്തിന്റെ പാതയിലായിരുന്നു. ആ സമാധാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ പിന്തുണയുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത്.